PSC കോഴ വിവാദം മറിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധത്തിൽ പാർട്ടിക്ക് വിശദീകരണം നൽകി CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി. തനിക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന ആരോപണം വസ്തുതാവിരുദ്ധമെന്നും ആരോപണത്തിന്റെ വസ്തുതയും യാഥാർത്ഥ്യവും പാർട്ടി കണ്ടെത്തണമെന്നും പ്രമോദ് ആവശ്യപ്പെട്ടു. ഏറെ വിവാദത്തിന് വഴിയിട്ട PSC കോഴ വിവാദത്തിൽ നിന്ന് തലയൂരുകയാണ് CPM. PSC അംഗത്വം നേടാൻ കോഴിക്കോട് കോട്ടൂളി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 22 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന പരാതി മറച്ച് വിഷയം റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് പുതിയ നീക്കം. PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പാർട്ടി ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടിയിരുന്നു. എന്നാൽ കോഴ ആരോപണത്തിലല്ല, മറിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധമാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ പാർട്ടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിലാണ് പ്രമോദ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ടെത്തി വിശദീകരണം നൽകിയതും. തനിക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും ആരോപണത്തിന്റെ വസ്തുതയും യാഥാർത്ഥ്യവും പാർട്ടി കണ്ടെത്തണമെന്നും പ്രമോദ് ആവശ്യപ്പെടുകയും ചെയ്തു. എൻ്റെ 2020 മുതലുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞാൻ എൻ്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം എന്തുണ്ട് എൻ്റെ കൈവച്ചുകൊണ്ട് തുറന്നതാണ്. എൻ്റെ ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വരാം, അന്വേഷിക്കാം, എന്നിട്ട് ഇവർ പറയട്ടെ ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ നഗരത്തിലെ തെരുവിലുള്ള ആൾക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഓണത്തിനും വിഷുവിനൊക്കെ ഭക്ഷണം കൊടുത്ത് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ്. ആ ആൾക്കാരായിട്ട് ഞാൻ നല്ല സൗഹൃദമുണ്ട്. അവർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ ആ തെരുവിൽ കഴിയുന്ന കിടക്കാൻ അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരെ കൂടെ ഞാൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും. പ്രമോദിന്റെ വിശദീകരണത്തിൽ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. വിഷയം ഗൗരവത്തിലെടുത്ത് പ്രമോദിനെതിരെ ഗുരുതരമായ അച്ചടക്ക നടപടി എടുക്കാനാണ് സാധ്യത. ശനിയാഴ്ച ചേരുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. പക്ഷേ അപ്പോഴും വിവാദമായ PSC കോഴ ആരോപണത്തിൽ കഴമ്പില്ലെന്നും അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും വരുത്തി തീർക്കാനാവും CPM ശ്രമിക്കുക. അതുവഴി കോഴ ആരോപണത്തിൽ പോലീസ് അന്വേഷണത്തിന് തടയിടാനും ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ വിശ്വാസ്യത തകർത്തു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് പ്രതിരോധം തീർക്കാനും CPMന് സാധിക്കും. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.